ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ റോസ്റ്റാണ്. ഒരു നാടൻ വിഭവമായ കൂൺ റോസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ നമ്മൾ പറമ്പിലൊക്കെ തനിയെ ഉണ്ടാകുന്ന കൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കൂൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ വിഷക്കൂണും ഉണ്ടാവും. അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വിഷക്കൂണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് കറുപ്പായിട്ട് മാറും. ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ മേലുള്ള ഇതുപോലുള്ള ഇതിങ്ങനെ കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ മേലുള്ളതും ചെറുതായിട്ട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള വലിപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്നുകൂടി കഴുകിയെടുത്താൽ മതി. അങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള 1/2 കിലോ കൂണാണിത്. ഇത് നമുക്കിനി കറി വയ്ക്കാൻ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഒരു 3 സവോള, മീഡിയം സൈസ് 3 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഡിഷ് ആയതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ സവോള നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം. നമ്മളെ സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മസാലപ്പൊടി ചേർത്ത് അപ്പം മസാലൻ്റെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂണ് ചേർക്കാം. ഇത് 1/2 കിലോ കൂണാണിത്. ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങും. അപ്പോൾ നമ്മൾ ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം വരും. അതിന് കൂടെ നമുക്കൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കത് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് മാറും. നമ്മളുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ടൈപ്പ് കൂണിന് വേവ് അധികമാണ്. ഇത് നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കാൻ വെക്കുമ്പോൾ ഒരു 3/4 മണിക്കൂറോളം എടുക്കും സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് 2 വിസിലിന് ഓഫാക്കാം. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ കൂൺ റോസ്റ്റ് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.